പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെങ്കൻ വിസയെ കുറിച്ചാണ്. ഷെങ്കൻ വിസ എന്താണ്, ഷെങ്കൻ വിസ നമുക്ക് എങ്ങനെ എടുക്കാം, അത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ട്രാവൽ ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ല. ഞാനും വലിയൊരു ട്രാവൽ ഇഷ്ടമുള്ള ആളാണ്. നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ അവരുടെ കൾച്ചറും അവരുടെ ഫുഡും അവരുടെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിനേക്കാളും നല്ലതാണ് ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം ജീവിതത്തിൽ. അത് നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും, ഒട്ടും സമയം കളയാതെ. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ യു കെയിൽ ഒരുപാട് റെസിഡൻറ്റ് പെർമിറ്റ് ഉള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഈ ഷെങ്കൻ വിസ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷെങ്കൻ റീജിയൻ എന്ന് പറയുന്ന, ഈ ഷെങ്കൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന 26 രാജ്യങ്ങളുണ്ട്. 26 രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ എന്താണ്. ഷെങ്കൻ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് സ്റ്റേ വിസയാണ്. അപ് ടു 90 ഡേയ്സ് നമുക്ക് ഷെങ്കൻ റീജിയനിൽ നമുക്ക് താമസിക്കാനും അതുപോലെയുള്ള സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഉള്ള ഒരു വിസയാണ്, ഷോർട്ട് സ്റ്റേ വിസയാണ്. അപ്പോൾ അത് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 രാജ്യങ്ങളാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുള്ളതും അല്ലാതെ ആയിട്ടുള്ള 26 രാജ്യങ്ങളിൽ പോകാനുള്ള ഒരു വിസയാണ് ഷെങ്കൻ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രിയ, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങി നമുക്ക് സ്പെയിൻ, സ്വിറ്റ്സർലൻഡ് എന്നെല്ലാം അവസാനിക്കുന്ന 26 രാജ്യങ്ങളാണ്. 26 രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പെർമിറ്റാണ് ഷെങ്കൻ വിസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർക്കാണ് യു കെന്ന് ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഹൂ ക്യാൻ അപ്ലൈ ഫോർ എ ഷെങ്കൻ വിസ ഇൻ ദി യു കെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ റെസിഡൻറ്റ് പെർമിറ്റ് ഉണ്ടല്ലോ, യു കെയിലെ റെസിഡൻറ്റ് പെർമിറ്റ്, അതിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ആയിക്കോട്ടെ, ഇവിടെ ജോലിക്കായിട്ട് വന്നേക്കുന്ന ആൾക്കാരുടെ ആയിക്കോട്ടെ, ആരുടെ ആണെങ്കിലും നമ്മുടെ റെസിഡൻറ്റ് പെർമിറ്റ് നമ്മുടെ ട്രാവൽ പ്ലാൻ ഉണ്ടല്ലോ, ഈ ഷെങ്കൻ ഏരിയയിലേക്ക് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പോണ ആ ട്രാവൽ പ്ലാൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന ആ സമയത്ത് നമുക്കൊരു 3 മാസം വാലിഡിറ്റി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് റിജക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒത്തിരി പേര് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പാരൻസും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ യു കെയിലേക്ക് വിസിറ്റിംഗ് വിസയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് റോമിലേക്കോ പാരീസിലേക്കൊക്കെ പോകാൻ പറ്റുമോ? അത് എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടൂറിസ്റ്റ് വിസയിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്ത് ഷെങ്കൻ വിസ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വിസ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്? വിസ ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ യു കെ റെസിഡൻസ്. നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ട് നമ്മുടെ ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഇഷ്യൂ ചെയ്തായിരിക്കണം. അതുപോലെ ഒരു 2 ബ്ലാങ്ക് പേജസ് വേണം പാസ്പോർട്ടിൽ വിസ ഇഷ്യൂ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ അതായത് ഇപ്പോൾ ഷെങ്കൻ നമ്മുടെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം നമുക്കൊരു 3 മാസം കാലാവധി ആ പാസ്പോർട്ടിൽ ഉണ്ടാവണം. ഇതൊക്കെയാണ് പാസ്പോർട്ടിൻ്റെ റിക്വയർമെൻറ്റ്. പിന്നെ നമുക്ക് ഒരു യു കെ റെസിഡൻറ്റ് പെർമിറ്റ് വേണം. അപ്പോൾ അതിപ്പോൾ ആരുടെ കേസിലാണെങ്കിലും ഒരു യു കെ റെസിഡൻറ്റ് പെർമിറ്റ് ഉണ്ടാവും. ആ പെർമിറ്റ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം വേണം. അതുപോലെ നമുക്ക് ഒരു പാസ്പോർട്ട് ഫോട്ടോ അതിനകത്ത് നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കണം. സ്റ്റേപ്പിളൊന്നും ചെയ്യരുത്. സ്റ്റേപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ആവുമെന്ന് പറയണേ. നമ്മൾ ഒട്ടിച്ച് വെച്ചൊരു പാസ്പോർട്ട് ഫോട്ടോ വേണം. അത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കണം. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഞാൻ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ താഴെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇത് വേണം. പിന്നെ നമ്മുടെ ട്രാവൽ പ്ലാനുകൾക്ക് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഹോട്ടൽ ബുക്കിംഗ് വേണം, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം, നമുക്ക് ഇൻഷുറൻസ് വേണം, ഒരു കവറിംഗ് ലെറ്റർ വേണം. ഈ കവറിംഗ് ലെറ്ററിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻറ്റൻറ്റ് ഓഫ് ട്രാവൽ, നമ്മൾ എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കവറിംഗ് ലെറ്റർ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പോഴേക്കും എംപ്ലോയീസിനാവട്ടെ സ്റ്റുഡൻസിനാവട്ടെ ഒരു ഓപ്ഷണലാണിത്. നമുക്കൊരു ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഒരു NOCയുടെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് വിസ ആപ്ലിക്കേഷൻ എല്ലാം കുറച്ചും കൂടി സ്പീഡപ്പ് ആവും. ഇപ്പോൾ എംപ്ലോയർ ആണെങ്കിലും അത് നമ്മൾ തിരിച്ചു വന്നിട്ട് എംപ്ലോയ്മെൻറ്റിൽ കയറാനുള്ളതാണ്. അല്ലെങ്കിൽ സ്റ്റുഡൻസിനാണെങ്കിൽ തിരിച്ചു വന്നിട്ട് കോഴ്സ് ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് NOC കൊടുക്കുകയാണെങ്കിൽ, അത് ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാനായിട്ട് അത് ഉപകരിക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ബാങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പെർ ഡേ 55 പൗണ്ട് നമ്മുടെ ചിലവിന് വേണ്ടിയിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസത്തേക്ക് പോകണമെങ്കിൽ 55 times 2 110 pounds നമുക്ക് അതിന് വേണ്ടിയിട്ട് കാണിക്കണം. അപ്പം അത് കുറച്ച് എമൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും. നമ്മുടെ ട്രാവലിനും കാര്യങ്ങൾക്കും നമ്മുടെ എക്സ്പെൻസിനും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ള സംഭവം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ വളരെ ശ്രദ്ധിച്ച്
നമ്മൾ അപ്ലൈ ചെയ്യുക. കാരണം ആദ്യമൊക്കെ റിജക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭാവിയിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഫോർ UK എംപ്ലോയീസ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയറിൻ്റെ ഒരു ലെറ്റർ വേണം. അതിനകത്ത് നമ്മുടെ പൊസിഷൻ, നമ്മുടെ കറണ്ട് ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം, നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, അതേപോലെ നമ്മുടെ സാലറി, നമ്മൾ എത്ര നാളത്തേക്കാണ് ഹോളിഡേക്ക് പോണേ, കാര്യങ്ങളെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തേക്കണം. അങ്ങനെയുള്ള ലെറ്ററും ഇതിൻ്റെ ഒപ്പം നമ്മൾ വെക്കണം എംപ്ലോയീസിനാണെങ്കിൽ. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ ഫോറിൻ സ്റ്റുഡൻസിൻ്റെ UK ആണെങ്കിൽ അപ്പോൾ ആ കോഴ്സിനെ കുറിച്ചുള്ള യൂണിവേഴ്സിറ്റി എന്നുള്ള ലെറ്റർ, നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, നമ്മുടെ അറ്റൻഡൻസ്, ഇപ്പം നമുക്ക് ഹോളിഡേയ്സ് ആണെങ്കിൽ ആ ഹോളിഡേയ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തേക്കണം. അപ്പോൾ ആ ലെറ്റർ എന്തായാലും UK സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ആ ലെറ്റർ എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഷെങ്കൻ വിസ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ അത് എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമാണ്. എവിടെയാണ് നമ്മൾ ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ നോർമൽ UKയുടെ ഓഫീസിലാണോ? അല്ല. നമ്മൾ ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യണത് കോൺസുലേറ്റിലാണെങ്കിൽ അവരുടെ എംബസിയിലാണ്. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തേക്ക്, ഒരു ഷെങ്കൻ രാജ്യത്തേക്ക് പോകണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫ്രാൻസിലേക്കാണ് പോണത്, പാരീസിലേക്കാണ് പോണത്. അപ്പം അതിൻ്റെ പാരീസിൻ്റെ കോൺസുലേറ്റിൽ അല്ലെങ്കിൽ അവരുടെ എംബസിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ VFS ഓഫീസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഇന്ത്യയുടെ VFS ഓഫീസ് നമുക്കിവിടെ ഉണ്ട്, ഗോസ്വൽ റോഡിലുണ്ട് എന്ന് പറഞ്ഞ പോലെ അതായത് രാജ്യത്തിൻ്റെ ഇതിലാണ് പോകുന്നത്. നമ്മൾ ഒരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ. അതേസമയം നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എവിടെയാണോ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ എവിടെയാണോ പോകുന്നത് ആ ഒരു സ്ഥലത്തെ ആ ഒരു രാജ്യത്തിൻ്റെ എംബസിയിൽ അല്ലെങ്കിൽ കോൺസുലേറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഈ വിസയ്ക്ക് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? വെൻ ഷുഡ് യു അപ്ലൈ? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 3 ആഴ്ച തൊട്ട് 1 മാസം മുമ്പെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് 6 മാസം മുമ്പ് വരെ അപ്ലൈ ചെയ്യാം, പക്ഷെ അതിന് മുമ്പ് അപ്ലൈ ചെയ്തെന്നാണ് അവർ പറയുന്നത്. അതുപോലെ നമുക്ക് എത്ര നാളെടുക്കും ഷെങ്കൻ വിസ കിട്ടാനായിട്ട്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് എ ഷെങ്കൻ വിസ ഇൻ ദി UK? അപ്പോൾ നമുക്ക് എത്ര നാളെ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു 15 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത്. ദാറ്റ് ക്യാൻ ടേക്ക് അപ് ടു 30 days. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യുക. നമ്മൾ ട്രാവൽ പ്ലാനും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നമ്മൾ ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, ഹോട്ടൽ ബുക്കിങ്സും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോർമാലിറ്റീസ്, പ്രൊസീജിയർ ലെറ്ററുകൾ കാര്യങ്ങൾ കാണിക്കുക. അതേപോലെ തന്നെ നമ്മൾ എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയറുടെ അടുത്തു നിന്നുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ച് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. UK റെസിഡൻസിനുള്ള ഷെങ്കൻ വിസയുടെ ഫീസ് എത്രയാണ്? ഷെങ്കൻ വിസ ഫീസ് ഫോർ UK റെസിഡൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 73 പൗണ്ടാണ് അഡൾട്ടിന്. അതുപോലെ 6 മുതൽ 12 വരെ പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ നേരെ ഏതാണ്ട് പകുതി 37 പൗണ്ടാണ് അതിന് വരിക. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീസ് സ്ട്രക്ചർ. അപ്പോൾ ഈ 2022 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു തുടക്കമാവട്ടെ. പലരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതൊന്നും അത്ര ബുദ്ധിമുട്ടല്ല. നമ്മൾ ഏത് രീതിയിലുള്ള അവസ്ഥയിലാണെങ്കിലും, എംപ്ലോയി ആണെങ്കിലും UK റെസിഡൻറ്റ് പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. ഈ ഷെങ്കൻ ഇതുപോലെയുള്ള 26 രാജ്യങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെയൊക്കെ ഈ രാജ്യങ്ങളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഡയറക്റ്റ് ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതി ചോദിക്കാം കമൻസിൽ. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.